ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ മുരിങ്ങാ മരത്തോപ്പ് എന്ന് പറയുന്ന പാഠഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പാഠഭാഗം കുറേ ആളുകൾ എന്നോട് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ പാഠഭാഗം ഒന്ന് പറഞ്ഞുതരുമോ എന്നൊക്കെ ഉള്ളത് പറയുന്നത്. ഭയങ്കര സിമ്പിളാണ്, ചെറിയൊരു കുഞ്ഞു പാഠമാണ്, ഒരു കുഞ്ഞു കഥയാണ് ഈ പാഠം എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരുന്നു ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത? ഈ പാഠം ഉൾപ്പെടുന്ന യൂണിറ്റിന്റെ പേരെന്തായിരുന്നു? പിറന്ന നാടിൻ പെരുമയിൽ എന്നാണ് ഈ യൂണിറ്റിന്റെ പേര്, അല്ലെ? അപ്പൊ ഈ നാടിന്റെ പെരുമയെ കുറിച്ച്, വ്യത്യസ്തമായിട്ടുള്ള ദേശങ്ങളുടെ ചരിത്രമാണ് ഓരോ എഴുത്തുകാരും അവരവരുടെ ദേശത്തെ എങ്ങനെയാണ് കൃതികളിൽ അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലെ? ഒരു കൃതികളിൽ എങ്ങനെയാണ് നാട് അല്ലെങ്കിൽ നമ്മുടെ ദേശം വരുന്നത് എന്നൊക്കെയാണ് ഈ ഒരു യൂണിറ്റിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഈ കഥയിലും ഒരു ദേശത്തെ കുറിച്ചാണ് പറയുന്നത്. നരേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ അച്ഛന്റെ നാട് അന്വേഷിച്ചു പോകുന്ന ഒരു യാത്രയാണ്, അല്ലെ? അപ്പൊ അവിടെയുള്ള ദേശത്തെയും അവിടെയുള്ള പ്രത്യേകതകളും ഒക്കെയാണ് ഈ ഒരു കൃതിയിലും പ്രമേയമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കഥ എഴുതിയത് എങ്ങനെയാണ്, ആരാണ് എഴുതിയത്, എന്താണ് ഇതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ മുരിങ്ങാ മരത്തോപ്പ് എന്നാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര്, അല്ലെ? അപ്പോൾ ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ് ഗുരുവായൂരിന്റെ കഥാകാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം എഴുതിയ കഥയാണ്, നോവലിസ്റ്റാണ്, ചെറുകഥാകൃത്താണ്. ഒരുപാട് കൃതികൾ മലയാളത്തിൽ എഴുതിയിട്ടുള്ള ആളാണ് ഗുരുവായൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പുത്തൂർ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൽ അദ്ദേഹം അംഗമായിരുന്നു. കേരള സാഹിത്യ അക്കാദമി, അതേപോലെ നമ്മുടെ കേരള സംഗീത അക്കാദമി, ഇവിടെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അംഗമായിരുന്നു എന്നുള്ളതാണ്. കഥയല്ല ജീവിതം തന്നെ എന്നുള്ളത് അദ്ദേഹത്തിന്റെ കഥയാണ്. റെസ്ക്യൂ ഷെൽട്ടർ, ബലിക്കല്ല്, മോഹഭംഗം, ആനപ്പക, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നോവലുകളാണ്. പിന്നെ ഗോപുര വെളിച്ചം, സുന്ദരി ചെറിയമ്മ തുടങ്ങിയതൊക്കെ അദ്ദേഹത്തിന്റെ ചെറുകഥാ സമാഹാരങ്ങളാണ്. ബലിക്കല്ലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് കൃതികൾ മലയാള സാഹിത്യത്തിന് സംഭാവന ചെയ്തിട്ടുള്ള എഴുത്തുകാരനാണ് ഉണ്ണികൃഷ്ണൻ പുത്തൂർ എന്ന് പറയുന്നത്. അപ്പോൾ അച്ഛനെ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യാണ്, കേരളത്തിലേക്ക് വരികയാണ്. നരേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് കേട്ടോ. അപ്പോൾ അച്ഛനെ അന്വേഷിച്ചിട്ട് കേരളത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആ നരേന്ദ്രന്റെ ഓർമ്മകളിലൂടെ, അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അച്ഛൻ്റെ നാടിനെ കുറിച്ചുള്ള കാഴ്ചകളും അല്ലെങ്കിൽ ഓർമ്മകളും ഒക്കെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവുന്നത് അമ്മയുടെ കഥകളിലൂടെയാണ്. അമ്മ പറഞ്ഞു കൊടുക്കുക, ഒരിക്കലും കണ്ടിട്ടില്ലേ നരേന്ദ്രൻ ഇങ്ങനത്തെ സ്ഥലത്തെക്കുറിച്ചും, അല്ലെ? അച്ഛനെ പോലും കണ്ടിട്ടില്ലേ ഒരിക്കലും. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളിലൂടെ അമ്മ കാണിച്ചു കൊടുത്തിട്ടുള്ള ഫോട്ടോസും അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള കഥകളൊക്കെയാണ് നരേന്ദ്രന്റെ ഓർമ്മകളിൽ ഈ ഒരു സ്ഥലം ഇങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലായി ജോലി ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ദേശത്തിലേക്ക്, അല്ലെ, കേരളത്തിലേക്ക് അദ്ദേഹം വരുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രത്യേക ദേശത്തെയും അവിടുത്തെ പ്രകൃതിയെയും ചരിത്രത്തെയും അവതരിപ്പിക്കുന്ന പാഠഭാഗമാണ് മുരിങ്ങാ മരത്തോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, പറങ്കിമാവിൻ തോപ്പുകള്, മുരിങ്ങാ മരങ്ങള്, പുന്നമരങ്ങള്, രാമച്ചക്കാടുകള്, നാട്ടുമാവുകൾ, കുളങ്ങൾ, കൈത്തോടുകൾ, ഇവയൊക്കെ നിറഞ്ഞ 3 ഭാഗത്തും പുഴയും പടിഞ്ഞാറ് കടലുമുള്ള ഒരു ദ്വീപിനെ പോലെയുള്ള ഒരു ദേശത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ഈ ഒരു കഥാഭാഗത്ത് പറയുന്നത്, അല്ലെ? അപ്പോൾ ഇവിടെ അച്ഛന്റെ ജന്മനാടിനെ കുറിച്ച് അമ്മ പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പോലെ വാട്സപ്പും ഇൻസ്റ്റഗ്രാമും ഒന്നും ഇല്ലല്ലോ, പോസ്റ്റ് നോക്കിയിട്ടും അല്ലെ മാപ്പ് നോക്കിയിട്ടൊന്നും വരാനുള്ള സാധ്യതയൊന്നും അന്ന് ഇല്ല, അല്ലെ? അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തുള്ള കാര്യങ്ങൾ മാത്രമേ ആർക്കും അറിയുള്ളൂ, നരേന്ദ്രൻ അറിയുള്ളൂ. അപ്പൊ അങ്ങനെ നേരിൽ കണ്ട അനുഭവങ്ങളും, അങ്ങനെ ഒടുവിൽ അച്ഛനെ കണ്ടുമുട്ടുകയാണ്. ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഒന്നും പറയാതെ അവിടെ നിന്നും, അല്ലെ, അദ്ദേഹം പിൻവാങ്ങുകയാണ് ചെയ്തത്. അപ്പൊ പല സ്ഥലങ്ങളിലായിട്ട് ഗൂർഖയായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് നരേന്ദ്രൻ. അപ്പൊ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊന്നും തന്റെ ഇടമല്ല, അല്ലെ? അച്ഛനെ അന്വേഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ ഒരു സ്ഥലത്ത് നിലയുറപ്പിക്കാതെ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നരേന്ദ്രനെയാണ് നമ്മൾ കഥയിലൂടെ നീളം കാണുന്നത്. അവസാനം ആ യാത്ര അവസാനിക്കുന്ന എവിടെയാണ്, അച്ഛനെ കണ്ടുമുട്ടുന്നിടത്താണ് യാത്ര അവസാനിക്കുന്നത്. പക്ഷെ താൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ അച്ഛനെ തിരിച്ചറിഞ്ഞ് അവിടുന്ന് മൗനമായി വിടവാങ്ങുന്ന നരേന്ദ്രനെയാണ് നമ്മൾ കഥയിൽ കാണുന്നത്. അപ്പോൾ അച്ഛനെ കണ്ടുമുട്ടുന്ന വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു രംഗവും ഉണ്ണികൃഷ്ണൻ പുത്തൂർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കഥയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ, ഹൃദ്യമായ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു കഥ സഞ്ചരിക്കുന്നത് കേട്ടോ. അപ്പൊ അമ്മ മരിച്ചു പോവാണ്. അമ്മ മരിച്ചു പോയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നരേന്ദ്രൻ ഈ അന്വേഷണത്തിന് വരുന്നത് കേട്ടോ. അച്ഛനെ അന്വേഷിച്ച് നടക്കുന്നു. അങ്ങനെ പല നാടുകളിൽ, അല്ലെ, ഗൂർഖയായിട്ട് പല വേഷങ്ങളിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹം ജോലി ചെയ്യുന്നു. പക്ഷെ എവിടെയും ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം ഉള്ളിൽ എപ്പോഴും എന്താണ്, ഇതാണല്ലോ ലക്ഷ്യം, അച്ഛനെ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ലക്ഷ്യം. അങ്ങനെ മനസ്സെപ്പോഴും ആ ഒരു അന്വേഷണത്തിന്റെ ഇടയിലായിരുന്നു. അങ്ങനെ കേരളത്തിൽ, അല്ലെ, എവിടെയോ അച്ഛന്റെ എന്താ പറയാ,
നാടുണ്ട് അല്ലെ, അവിടെയാണ്, കേരളത്തിലാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ നേപ്പാളിൽ നിന്ന് എന്ത് ചെയ്യാണ്, അച്ഛനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് അല്ലെ, നരേന്ദ്രന്റെ ഒരു യാത്രയാണ് കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ആ ദേശത്തെ അല്ലെ വാക്കുകൾ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പുത്തൂർ എന്ത് ചെയ്തിരിക്കുന്നു, അടയാളപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് കാണാം. അപ്പോൾ അച്ഛനെ കണ്ടെത്തുമ്പോഴാണ് ആ ഒരു യാത്ര അല്ലെ പൂർണ്ണതയിലെത്തുന്നത്, നരേന്ദ്രന്റെ യാത്ര എന്ത് ചെയ്തത് പൂർണ്ണതയിലെത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നരേന്ദ്രൻ തന്നെയാണ്. ഒരു കഥയായതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കഥാപാത്ര നിരൂപണം, എന്താണ് 7 മാർക്കിന്റെ ഒരു ചോദ്യം ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ കഥാപാത്ര നിരൂപണമായിട്ട് നമുക്ക് വരാൻ സാധ്യതയുള്ള ആരാണ്, നരേന്ദ്രനാണ്. അപ്പൊ നരേന്ദ്രൻ നേപ്പാളിയായിട്ടുള്ള ഗൂർഖ വാച്ച്മാൻ ആണ്. 23 വർഷം കഴിഞ്ഞിട്ടും അച്ഛനെ കാണാത്ത കഥാപാത്രമാണ്. അപ്പൊ അച്ഛന്റെ നാടായിട്ടുള്ള കേരളത്തിൽ വരിക അല്ലെ, അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു നരേന്ദ്രന്റെ ജീവിതത്തിലെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഒരിടത്തും എന്താണ് ഇരുപ്പുറപ്പിക്കാതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന നരേന്ദ്രൻ അല്ലെ, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ഒടുവിൽ കേരളത്തിലെത്തുന്നു, അച്ഛനെ കാണുക എന്നുള്ള ആ ഒരു അഭിലാഷം അല്ലെ, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ത് ചെയ്യുന്നു, സാധ്യമാവുകയും ചെയ്യാണ്. പിന്നെ നരേന്ദ്രന്റെ അമ്മയാണ്, നേപ്പാളി സ്വദേശിയാണ്, കവയിത്രിയാണ്. പിന്നെ ഉഷാകുമാരി എന്നാണ് പേര് എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ എന്ത് ചെയ്യണു, വാക്കുകളിലൂടെ അല്ലെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു വാക്കുകളിലൂടെയാണ് നരേന്ദ്രന് പോലും അച്ഛൻ്റെ അല്ലെ നാടിനെ കുറിച്ചൊക്കെ ഇത്ര മനോഹരമായിട്ടുള്ള ചിത്രം ഉണ്ടാകുന്നത്. അപ്പം വളരെ മനോഹരമായിട്ട് അമ്മ അത് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെ. പിന്നെ എന്താണ്, കമ്പിളി ഉടുപ്പുകളൊക്കെ തുന്നി ഉപജീവനം നടത്തിയിരുന്ന ഒരു സ്ത്രീയായിരുന്നു, സാധുവായ സ്ത്രീയാണ് അല്ലെ. അച്ഛനാൽ പറ്റിക്കപ്പെടുകയാണ് എന്നാണ് നമുക്ക് കഥയിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ലെ. അങ്ങനെ വളരെ മനോഹരമായി നരേന്ദ്രന്റെ ഓർമ്മകളിലൂടെയാണ് നമ്മൾ അമ്മയെയും എന്ത് ചെയ്യുന്നത് കഥയിൽ കാണുന്നത്. പിന്നെ നരേന്ദ്രന്റെ അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അദ്ദേഹം അല്ലെ ശിവശങ്കരൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പട്ടാളക്കാരനായിരുന്നു. സുബേദാർ KP.S. നായർ എന്നാണ് അദ്ദേഹത്തിന്റെ അല്ലെ ചുരുക്കപ്പേര്, അപരനാമം എന്ന് പറയാം. അപ്പൊ അദ്ദേഹം കേരളത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തെ അന്വേഷിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഗർഭിണിയായ സ്ത്രീ ഉപേക്ഷിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതായത് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഒരിക്കലും കാണാത്ത അല്ലെ അച്ഛനെ അന്വേഷിച്ചിട്ടാണ് നരേന്ദ്രൻ എന്ത് ചെയ്യുന്നത് കേരളത്തിൽ വരുന്നത് അല്ലെ. പിന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ ടിപ്പു സുൽത്താന്റെ കോട്ടയും സേട്ടിന്റെ ബംഗ്ലാവും ലേലത്തിൽ പോയ എട്ടുകെട്ടും ഈ ദേശത്തിന്റെ ഭൂതകാലത്തിന്റെ ശേഷിപ്പുകളാണെന്ന് കഥയിൽ പറയുന്നുണ്ട് അല്ലെ. പുഴയിലൂടെയുള്ള വഞ്ചി യാത്രയെക്കുറിച്ചും ഒക്കെ എന്താണ് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് അല്ലെ. അതേപോലെ നരേന്ദ്രന്റെ അച്ഛന്റെ ജന്മനാടാണ്. റെയിൽപാത വന്നതോടെ ഈ ദേശം കരയായി മാറിയെന്നും മുൻപ് തീവണ്ടി ഇറങ്ങി തോണിയിലായിരുന്നു യാത്ര എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്, ചരിത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു തീർത്ഥാടനം പോലെയാണ് അല്ലെ, അച്ഛന്റെ നാട്ടിലേക്കുള്ളൊരു തീർത്ഥാടനം പോലെയാണ് നരേന്ദ്രന്റെ യാത്രയെ എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നത്. അവൻ ആദ്യമായി ഈ മണ്ണിൽ കാലുകുത്തുമ്പോൾ അവൻ അവാച്യമായ ഒരു അനുഭൂതി ഉണ്ടാകുന്നു എന്നും മണ്ണും മനുഷ്യനും അല്ലെ മണ്ണും പ്രകൃതിയും അവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്നുള്ള തോന്നലും എന്ത് ചെയ്യുന്നു, മറ്റെവിടെയും പോയ സമയത്ത് അവന് നിലനിൽക്കാൻ പറ്റാത്ത വിധം ഇതെന്റെ സ്ഥലമല്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു അച്ഛന്റെ ദേശത്തിൽ എത്തിയ സമയത്ത് എന്താണ് അത് ഉള്ളിൽ അല്ലെ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തിരുന്നു, അനുഭവപ്പെട്ടിരുന്നു എന്ന് പറയണ ആ മനസ്സും അവിടെ അല്ലെ മണ്ണുമായിട്ട് ചേർന്നിരുന്നു എന്ന് വളരെ മനോഹരമായ ഭാഷയിൽ ഉണ്ണികൃഷ്ണൻ പുത്തൂർ അവതരിപ്പിക്കുന്നുണ്ട്. ഗൃഹാതുരത്വവും സ്വന്തം വേരുകൾ തേടിയുള്ള യാത്രയുമാണ്, പ്രകൃതിയും ഓർമ്മകളും തമ്മിലുള്ള ബന്ധമാണ് പാഠഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിന്റെ ആശയം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അപ്പൊ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കുക എന്താണ്, കഥാപാത്ര നിരൂപണമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 7 മാർക്കിന്റെ കഥാപാത്ര നിരൂപണം നരേന്ദ്രൻ തന്നെയാണ്. പിന്നെ ചിലപ്പോൾ പാഠഭാഗത്തിന്റെ അല്ലെ എന്താ പറയുക സന്ദർഭങ്ങൾ ചിലപ്പോൾ ചോദിക്കുക അല്ലെ, പ്രയോഗങ്ങൾ ചോദിക്കുക. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പാഠഭാഗം എല്ലാ ചാപ്റ്റേഴ്സും നിർബന്ധമായി ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ ചില വിഗ്രഹ രൂപങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പൊ മുരിങ്ങാ മരത്തോപ്പ് എന്നുള്ളത് വിഗ്രഹിക്കുമ്പോൾ മുരിങ്ങാ മരങ്ങളുടെ തോപ്പാണ്. ജന്മനാട് ജനിച്ച നാടാണ്. പൂച്ചക്കണ്ണുകൾ പൂച്ചയുടെ കണ്ണുകളാണ്. വിശുദ്ധ നദി വിശുദ്ധമായ നദിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണം കേട്ടോ. അപ്പോൾ പാഠപുസ്തകത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ പാഠഭാഗം അറിയുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇതേപോലെ മക്കൾക്ക് ഏതെങ്കിലുമൊക്കെ പാഠഭാഗങ്ങൾ ചെറുതായിട്ട് ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ അല്ലെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നുള്ള പാഠഭാഗങ്ങൾ എന്ത് ചെയ്യുക, മക്കൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ പാഠഭാഗങ്ങൾ ടീച്ചർ എന്ത് ചെയ്യുക, പറഞ്ഞതേപോലെ ഷോർട്ടാക്കി വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനിയും വേഗത്തിൽ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വായിച്ചു നോക്കുക. മലയാളം ആവർത്തിച്ച് വീണ്ടും പറയണം. എത്രത്തോളം വായിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വായിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്.